പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര നിലപാടിനെ പിന്തുണച്ച് ശശി തരൂർ. പശ്ചിമേഷ്യൻ യുദ്ധവിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പിന്തുണച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന ആത്മസംയമനം ബലഹീനതയല്ല, മറിച്ച് ഇന്ത്യയുടെ കരുത്താണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് തരൂർ വ്യക്തമാക്കി. ആത്മസംയമനം പാലിക്കുക എന്നാൽ കീഴടങ്ങുക എന്നല്ല അർത്ഥമെന്നും സ്വന്തം താൽപ്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നതെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കാതെ ഇന്ത്യ നിശബ്ദത പാലിച്ചിരുന്നു. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്തുകയും ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തതോടെ ഇന്ത്യ സജീവമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചും ഇന്ത്യ തങ്ങളുടെ സ്വാധീനം വെളിപ്പെടുത്തി. ഇന്ത്യയുടെ ഈ സമീപനത്തെ തന്ത്രപരമായ ജാഗ്രത എന്നാണ് തരൂർ വിശേഷിപ്പിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യയുടെ 2 LPG ടാങ്കറുകളും ഒരു ക്രൂഡ് ഓയിൽ കപ്പലും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഈ നയതന്ത്ര ബന്ധം സഹായിച്ചു. ഇത് ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിനായി മുൻകൈയെടുക്കാനും ഇരുപക്ഷത്തെയും ചർച്ചകളിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യക്ക് സാധിക്കുമെന്ന് തരൂർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ നിശബ്ദ യുദ്ധത്തിനുള്ള പിന്തുണയല്ലെന്നും മറിച്ച് ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള വിവേകപൂർണമായ തീരുമാനമാണെന്നും അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര നയത്തെ പിന്തുണച്ചുകൊണ്ടുള്ള തരൂരിന്റെ ഈ പ്രസ്താവന പ്രതിപക്ഷ നിരയിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. BJP ഈ പ്രസ്താവനയെ രാഷ്ട്രീയ ആയുധമാക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി.